രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും ക്യാമറയും പിടിച്ചുകൊണ്ട് പുറകെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചായ കുടിക്കുന്നതാണ്. പിന്നെ പിടിച്ചു നിർത്തി 1-2 ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണമല്ലോ. അതിന് നമ്മുടെ ജോലിയാണല്ലോ അല്ലേ. എല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുമ്പോഴും യൂട്യൂബിൽ ഇടുമ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് വേറെ പണിയൊന്നും ഇല്ല എന്നല്ല. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകും, കാരണം നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടുമല്ലോ, അത്ര തന്നെ. അപ്പോൾ ഇതേ ഇക്കാരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഉപ്പ പോയിട്ടുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെക്കാട്ടിലും കൂടുതൽ തണുപ്പ് ഇവിടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നിധിക്കുട്ടി എഴുന്നേറ്റ് വന്നു. ആളിപ്പോൾ തൊട്ടിന്ന് തന്നെയൊക്കെ എഴുന്നേറ്റ് വരാറുണ്ട് കേട്ടോ. അങ്ങനെ യായാന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അവൾക്ക് ചൂടുവെള്ളം വേണമെങ്കിലും പച്ചവെള്ളം വേണമെങ്കിലും ചായ വേണമെങ്കിലും, അല്ലെങ്കിൽ ചായ കൊടുക്കാറില്ല, അതായത് പാല് വേണമെങ്കിലും യായാന്നാണ് പറയാറ്. അങ്ങനെ അവൾക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഗ്ലാസ് ചായയൊക്കെ വെച്ച് കുടിച്ചു. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് കപ്പയും കടലയും കൂടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് ഉണക്കപ്പയാണ്. ഉണക്കപ്പയും കടലയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കപ്പയും കടലയും ആദ്യം തന്നെ വേവിച്ച് വെച്ചു. പിന്നെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഒന്ന് ചതച്ചത് അതിലേക്ക് ഇട്ടു. കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് ആദ്യം ഒഴിച്ചു. പിന്നെ അതിലേക്ക് കടലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മസാലയും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത്രയും രാവിലെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ നിധിക്കുട്ടീനെ മടിയിൽ വെച്ചിരിക്കുമ്പോൾ ഡഫിയും വന്ന് മടിയിൽ കയറിയിരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ആയപ്പോഴേക്കും വെറുതെ താഴത്തെ വയോജന വിശ്രമ കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ചേച്ചിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ വന്നിട്ട്. അങ്ങനെ അവിടെ പോയി ശാലി ചേച്ചിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു. പിന്നെ അവിടെ ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഫി ആണെങ്കിൽ ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറി പോയിട്ടോ. നിധിക്കുട്ടി നോക്കുമ്പോൾ ഉണ്ട് ആ വെള്ളത്തിൽ കിടന്ന് നല്ല പണിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്കക്കാനെ അന്വേഷിച്ച് വന്നു. അങ്ങനെ അവൻ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പിന്നെ നോക്കുമ്പോൾ രണ്ടുപേരും കൂടി ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും അറിയില്ല, അവൾ ആ കട്ടയൊക്കെ എടുത്ത് എറിയുമായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പിന്നെ അഫി വീട്ടിൽ പോയിട്ട് അവളുടെ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അതിന് സീറ്റൊന്നുമില്ല, സീറ്റൊന്ന് റെഡിയാക്കി കൊടുത്തായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങ് പൊളിഞ്ഞു പോയിട്ടോ. അവളെ അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് അഫി ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാറുണ്ട്. അത് അവൾക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ അഫി ഇരുന്നപ്പോഴേക്കും അവൾ പുറകെ തള്ളിക്കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇക്ക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. അങ്ങനെ പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയൊരു റീൽ വീഡിയോ ആണ്. സോ അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം നേരെ ബന്ദർക്കയ്ക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ബന്ദർക്ക ബസ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. ബന്ദർക്ക ബസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നമ്മൾ അവിടെ എത്തി. ഭയങ്കര വണ്ടിയും ബഹളമായിരുന്നു കേട്ടോ. ഒരിക്കലും ഇല്ലാത്ത പോലെ. ഞായറാഴ്ചയാണ് എന്നാൽ പോലും ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ സ്പീക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കാറ് അവിടെ ഇട്ടിട്ട് അതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അതിലായിരുന്നു ഈ ഒരു വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ, അതുകൊണ്ടിട്ട് എനിക്ക് അതൊന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് തിരിച്ചിട്ടു നേരെ നമുക്കത് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ പാകത്തിന്. പക്ഷേ ഈ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരുവിധം എടുത്തു കേട്ടോ.